എടുത്തു വെച്ചത് ഹദീസിൽ നിന്നോ അവര് സഹിഹായ ചരിത്രത്തിൽ നിന്നോ തെളിയിക്കാൻ സാധ്യമല്ല. റസൂലിന്റെ ആധാർ എന്ന പേരിൽ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നതോ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസ് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ അവനവന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് കാല റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട് വെച്ച് കാച്ചിയിട്ടുണ്ട്. വത്തക്ക തിന്നവൻ സ്വർഗത്ത് കിടക്കും. ആരുണ്ടാക്കിയതാ? വത്തക്ക കച്ചവടക്കാരൻ അല്ലേ? അബു ഹനീഫത്ത് സിറാജ് ഉമ്മത്തി, അബു ഹനീഫന്റെ സമുദായത്തിന്റെ കെടാവിളക്കാണ്. ആര് പറഞ്ഞുണ്ടാക്കിയതാ? ഹനഫിയൽ ഉണ്ടാക്കിയതാണ്. എന്റെ സമുദായത്തിൽ ഒരാൾ വരും, അയാൾ ഇബ്ലീസിനെക്കാളേറെ ഈ സമുദായത്തിന് ദ്രോഹമാണ്, അയാളുടെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് ആണ്. ഇമാം ഷാഫിയെ സംബന്ധിച്ച് റസൂല് പറഞ്ഞതാണത്രേ. കണ്ടോ? ആരുണ്ടാക്കിയതാ? ശാഫി മദ്ഹബിന്റെ ശത്രുക്കൾ ഇങ്ങനെ മദ്ഹബുകളുടെ പ്രചാരത്തിന് വേണ്ടി, സ്വന്തം ആശയങ്ങളുടെ പ്രചാരത്തിന് വേണ്ടി കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കി കാല റസൂലുള്ളാഹി എന്ന് തലക്കൽ കൂട്ടിക്കൊടുത്ത് പ്രചരിപ്പിച്ചതുപോലെ പല അവശിഷ്ടങ്ങളും കൊണ്ടുവന്ന് ഇതാ റസൂലിന്റെ മുടി, ഇതാ റസൂലുള്ളാഹിന്റെ ചെരുപ്പ്, ഇതാ റസൂലുള്ളാഹിന്റെ പുതപ്പ് എന്ന് പറഞ്ഞിട്ട് വ്യാജമായി റസൂലിന്റെ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞ് ആരോപിക്കുന്നത് ഇവിടെ ഉണ്ട്. അത് പറ്റൂല എന്നാ ഞങ്ങൾ പറയുന്നത്. പിന്നെ സാലിഹീങ്ങളെ റസൂലിനോട് ഖിയാസാക്കുക. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബർക്കത്തുണ്ടോ? എന്നാ സാലിഹീങ്ങളെ മുടിക്കും ബർക്കത്തുണ്ട്. റസൂലുള്ളാഹിന്റെ വിയർപ്പ് സഹാബത്ത് എടുത്തു വെച്ചോ? എന്നാ സാലിഹീങ്ങൾ എടുത്തു വെക്കാം. ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അങ്ങനെ സഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? സഹാബത്തിന് മാതൃകയുണ്ടോ? സലഫ് സാലിഹീങ്ങൾ അങ്ങനെ പഠിപ്പിച്ചോ? താബീങ്ങൾ അങ്ങനെ കാണിച്ചെന്നോ? താബീങ്ങൾ ആരെങ്കിലും സഹാബികളുടെ മുടി എടുത്തു വെച്ചോ? സഹാബികളുടെ കുപ്പായ എടുത്തു വെച്ചോ? ഇല്ല. അപ്പൊ ഈ തെറ്റായ ഖിയാസ് ഇവർ കൊണ്ടുവരുന്ന എന്തിനാണ്? അത് ശൈഖന്മാരുടെ കേന്ദ്രീകരിച്ചുള്ള ആ ദൈവ സംസ്കാരം വളർത്താൻ, വീരാരാധന വളർത്താൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ശൈഖന്മാരെ ജുബ്ബയും കാഷ്ടവും മൂത്രമൊക്കെ അനുയായികൾ എടുത്തു വെക്കണമെന്ന്. എഴുത്തിസാം എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാത്തബി പറഞ്ഞിട്ടുണ്ട്. ഹല്ലാജ് എന്ന ദജ്ജാലില്ലേ, ആ ദജ്ജാലിന്റെ അനുയായികൾ എന്തു ചെയ്തു? അയാളുടെ മൂത്രം ശരീരത്തിൽ പുരട്ടിയിരുന്നു. അത്രല്ലേ പുരട്ടണ്ടേ? അയാളുടെ കാഷ്ടം ഉണക്കി എടുത്തു വെച്ചിട്ട് അത് പുകപ്പിച്ചിട്ട് അതിന്റെ ബഹൂർ മാതിരി പുകപ്പിച്ചിരുന്നു. ഇതിനാങ്ങൾ കൊണ്ടുവരുന്നത് ആലുവാ സുൽത്താന്റെ കക്കൂസ്, അത് ഉണക്കിപ്പൊടിച്ച് നിങ്ങൾ അനുയായികൾ എടുത്തു വെക്കണം. അത് ബഹൂർ പോക്കും പോലെ പോക്കണം. ആലുവാ സുൽത്താന്റെ മൂത്രം അതെടുത്തു വെക്കണം. അതിലേക്കാണ് ഫളിലുല്ലാഹ് താനീ തബറുക്കിന്റെ ഹദീസുകൾ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഖിയാസാക്കാൻ പറ്റിയ ആരും ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. റസൂൽ മാത്രം. ആ കാര്യത്തിൽ റസൂലിനോട് ഒരൊറ്റാളിയും ഖിയാസാക്കാൻ സഹാബത്ത് അനുവദിച്ചിട്ടില്ല, താബീങ്ങൾ അനുവദിച്ചിട്ടില്ല, ഉത്തമ നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ അനുവദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഹല്ലാജിന്റെ അനുയായികൾ അത് ചെയ്തു, അതുപോലെ നിങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ തടസ്സം മുജാഹിദ് പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാർക്കിച്ച് തുപ്പുമ്പോൾ സഹാബികൾ കൈകാട്ടിയത് ദേഹത്ത് തുടക്കാറുണ്ടായിരുന്നു, മുഖത്ത് തേക്കാറുണ്ടായിരുന്നു. ഇത് കേട്ടാത്തോന്ന് റസൂലി എപ്പൊക്കെ കാർക്കിച്ച് തുപ്പുന്നുണ്ടോ അപ്പോഴൊക്കെ സഹാബത്ത് പോയി ഇങ്ങനെ കൈകാട്ടുന്ന. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ഹുദൈബിയ സന്ധി, ആ സന്ധിയിൽ ഏർപ്പെടാൻ വേണ്ടി റസൂലിന്റെ സദസ്സിൽ ഖുറൈശികളുടെ പ്രതിനിധി വന്നു നിൽക്കുകയാണ്. ആ പ്രതിനിധിയുടെ മുമ്പിൽ വെച്ച് റസൂല് ഒന്ന് തുപ്പിയപ്പോ സഹാബത്ത് ചെന്നിട്ടത് ദേഹത്തൊക്കെ എടുത്ത് പരട്ടി. ആരാ വന്നത്? ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ട്, അന്ന് മുസ്ലിമായിട്ടില്ല. ഉർവ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. എന്തിനാണത് ചെയ്തത്? ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, ഈ മുഹമ്മദിനെ ഒരിക്കലും സഹാബികൾ കൈയഴിക്കുകയില്ല. എന്ത് പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായാലും ഈ നേതാവിനെ അവർ കൈവിടുകയില്ല. അത്രമാത്രം സ്നേഹമുണ്ട് അവർക്ക് അദ്ദേഹത്തോട് എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തൽക്കാലം ചെയ്ത ഒരു കാര്യമായിരുന്നു അത് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? അതാണ് മുൻഗാമികളൊക്കെ ആ വിഷയത്തോടുള്ള നിലപാട്. മനസ്സിലായില്ലേ? അല്ലാതെ എപ്പോഴൊക്കെ റസൂലുള്ള കാർക്കിച്ചു തുപ്പിയാലും അപ്പോഴൊക്കെ ശരീരത്തിൽ തേക്കുക എന്നത് റസൂല് പഠിപ്പിച്ചതല്ല. റസൂലിന്റെ സഹാബത്ത് അങ്ങനെ കാണിച്ചിട്ടുമില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ രക്തം ഒരു സഹാബി കുടിച്ചു, അപ്പൊ നീന്റെ തടി നരകത്ത് പോവില്ല എന്ന് റസൂല് പറഞ്ഞു. ഇതൊക്കെ കള്ള ഹദീസാ. ഫളിലുല്ലാഹ് കാല റസൂലുള്ളാഹ് എന്നും പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിണ്ടാക്കിന്ന്. കള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ 2-3 കാര്യങ്ങൾ കഴിഞ്ഞ കൂടെ പറഞ്ഞിരുന്നു. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേരിൽ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ സീറ്റ് ഒരുക്കിക്കൊള്ളട്ടെ എന്ന്. ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ പേരിൽ പറഞ്ഞാലും അങ്ങനെ തന്നെ.
മാത്രമല്ല എന്റെ പേരിൽ ആരെങ്കിലും ഒരു ഹദീസ് പറയുമ്പോൾ അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ പോലും അവൻ 2 കള്ളന്മാരിൽ ഒരാളാണ്. ഇമാം മുസ്ലിം തന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കള്ളൻ കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കിയവൻ, റസൂലുള്ള കൊമ്പ് വെച്ച രക്തം ഇത് കൊണ്ടുപോയി ഒഴിച്ചു കളയെന്ന് പറഞ്ഞിട്ട് സഹാബിക്ക് കൊടുത്തപ്പോ സഹാബി റസൂല് കാണാത്തപ്പുറത്തേക്ക് മാറിയിട്ട് അത് മോന്തിയങ്ങ് കുടിച്ചു. പാത്രം കൊണ്ടുവന്നപ്പോ നീ എന്തേ ചെയ്തു? ഞാനത് കുടിച്ചു. ആ നല്ല കുട്ടി, എന്നാ നിന്റെ ശരീരത്തെ നരകം സ്പർശിക്കൂല എന്ന് റസൂല് പറഞ്ഞു വന്ന് റസൂലുള്ളാന്റെ പേരില് കള്ള ഹദീസ് കെട്ടിയുണ്ടാക്കിയ ഒന്നാമത്തെ കള്ളൻ, പ്രചരിപ്പിക്കുന്ന ഫദ്ലുള്ളാഹിനെ പോലത്തവൻ രണ്ടാമത്തെ കള്ളൻ. അവന്റെ സീറ്റ് എവിടെ? നരകം. കേട്ടോ, ഒരു ഹദീസ് കള്ള ഹദീസാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും സാധാരണക്കാരെ മുമ്പിൽ ഉദ്ധരിക്കുക, ഇത് പണ്ഡിതന്മാർക്ക് തരുന്നതാണോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള പ്രചരണ ശൈലിയാണ് തരീഖത്തുകാർ സ്വീകരിക്കുന്നത്. ഇനി മധ്യവർത്തിക്കുള്ള മൂപ്പര 4ാമത്തെ തെളിവ് എന്താണെന്നറിയോ? സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവങ്കലേക്ക് നിങ്ങൾ വസീലയെ തേടണം. എന്താ വസീല എന്ന് പറഞ്ഞ? ഒന്നിലേക്ക് അടുക്കാനുള്ള മാധ്യമം. ഇവിടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാധ്യമം എന്താണ്? എല്ലാ മുഫസ്സിറുകളും പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ. മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് പുണ്യകർമ്മങ്ങളാണ്. ഇവിടെ ഇയാൾ എന്നെ ഉദ്ധരിച്ചല്ലോ, എന്റെ അടിമ ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യം ചെയ്തുകൊണ്ടല്ലാതെ എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല. ആദ്യം നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ നിർബന്ധത്തിന് പുറമെയുള്ള സുന്നത്തുകൾ ചെയ്യണം, അപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്? മാ യുഖദ്ദിമുകും ഇലൈഹി മിൻ തഅതിഹി എന്നാണ് അൽ വസീല എന്ന ഈ ആ വസീലക്ക് കൊടുത്ത അർത്ഥം. വത്ലുബു അൽ ഖുർബത ഇലൈഹി ബിൽ അമലി ബിമാ യുർദിഹി എന്നാണ് തൊബരി കൊടുത്ത അർത്ഥം. അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ അവനിലേക്ക് അടുക്കുക എന്നാണ്. അപ്പൊ ഓരോരുത്തരും അവനവന്റെ അമലുകൾ മുഖേന അടുക്കണമെന്നാണ് സഹാബിയായ ഇബ്നു അബ്ബാസും അതുപോലെ താബിഈങ്ങളായ മുജാഹിദ് റളിയല്ലാഹു അൻഹും ഖതാദയും മുൻഗാമികളൊക്കെ വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ്. അല്ലാമ ഇബ്നു കസീർ ഇബ്നു അബ്ബാസിന്റെയും ഖതാദയുടെയും മുജാഹിദിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ ഈ ആയത്തിന്റെ തഫ്സീർ എടുത്ത് ഉദ്ധരിച്ച ശേഷം പറഞ്ഞെന്താറിയോ? ഹാദല്ലദീ ഖാലഹു അഹ്ലാ ഇല്ല ഇമ്മ ലാ ഖിലാഫ ബൈനൽ മുഫസ്സിരീന ഫീഹി. ഇവിടെ വസീലക്ക് ഖുർബത്ത്, അടുപ്പം, അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഈ അർത്ഥമാണ് എല്ലാ മുൻഗാമികളായ ഇമാമുകളും പറഞ്ഞിട്ടുള്ളത്. മുഫസ്സിറുകൾക്കിടയിൽ യാതൊരു തർക്കവുമില്ലാത്ത ഏകോപിച്ച അഭിപ്രായമാണത്. കണ്ടോ? അപ്പൊ നബി വസീലയാണ്, സ്വഹാബത്ത് വസീലയാണ്. എങ്ങനെ വസീല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നബി വസീലയാണ്. അത് നമുക്ക് എത്തിച്ചു തന്നവരാണ് സ്വഹാബത്ത്. ആ അർത്ഥത്തിൽ